സംസ്ഥാനത്ത് ക്രിസ്മസ് പെൻഷന് പിന്നാലെ ന്യൂ ഇയർ പെൻഷനും എത്തുന്നു. 2026 ജനുവരി മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് ക്ഷേമ പെൻഷനുകൾ മുടങ്ങാതെ ലഭിക്കുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും സുപ്രധാന അറിയിപ്പുകളെത്തി. 2000 രൂപയാണ് പ്രതിമാസം ലഭിക്കുന്നത്. ഈ സഹായം 2026 മുതൽ പലർക്കും ലഭിക്കണമെങ്കിൽ ഇനി മുതൽ സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കണം. ആധാറിന്റെ ഒരു കോപ്പി കൂടി ചേർത്താണ് സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കേണ്ടത്. നമ്മുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ പരിധിയിൽ ഇത് നേരിട്ട് ഏൽപ്പിക്കുകയും വേണം. 2000 രൂപ വീതമുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങാതിരിക്കുന്നതിനും വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം ലഭിക്കുന്നതിനുമാണ് ഗുണഭോക്താക്കൾ സാക്ഷ്യപത്രങ്ങൾ നേരിട്ട് ഹാജരാക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. സംസ്ഥാനത്ത് നിലവിൽ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവർക്കൊന്നും ഇത്തരം രേഖകൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ സർക്കാരിന്റെ പുതിയ നിർദ്ദേശമനുസരിച്ച് ചില പഞ്ചായത്തുകളിൽ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വരുമാന സർട്ടിഫിക്കറ്റുകൾ നാളെ 20 സമർപ്പിച്ചിട്ടില്ലാത്ത ഗുണഭോക്താക്കൾ അല്ലെങ്കിൽ ഇത് കൃത്യമായി സേവനയിൽ അപ്ലോഡ് ചെയ്യാത്ത ഗുണഭോക്താക്കളുടെ വിവരങ്ങളാണ് സർക്കാർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ഗുണഭോക്താക്കളെ അറിയിക്കുന്നതാണ്. നിർദ്ദേശങ്ങൾ ലഭിക്കുന്നവർ മാത്രം വരുമാന സർട്ടിഫിക്കറ്റുകൾ ഒന്നുകൂടി സമർപ്പിക്കേണ്ടി വരും. പുനർ വേരിഫിക്കേഷന്റെ ഭാഗമായോ അല്ലെങ്കിൽ സേവനയുടെ സൈറ്റിൽ ഇതുവരെയും നമ്മുടെ ഡോക്യുമെന്റ് അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റിലെ വരുമാനം കാണിച്ചിട്ടില്ലായിരിക്കാം. അതുകൊണ്ടാകാം ഇങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഈ ഒരു നിർദ്ദേശം എത്തിയിരിക്കുന്നത്. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ, മറ്റ് അവിവാഹിത പെൻഷനുകൾ പോലെയുള്ള പെൻഷനുകൾ കൈപ്പറ്റുന്നവർ എന്നിങ്ങനെയുള്ള ഗുണഭോക്താക്കളോട് സർക്കാർ ഇത് ആവശ്യപ്പെട്ടേക്കാം. ഇത് ആവശ്യപ്പെടുന്നവർ മാത്രമാണ് ഈ രേഖകൾ സമർപ്പിക്കേണ്ടത്. പൊതുവായി രേഖകൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല. അതായത് എല്ലാ ഗുണഭോക്താക്കളും രേഖകൾ സമർപ്പിക്കേണ്ട എന്നർത്ഥം. രണ്ടാമതായി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം, സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കേണ്ടത് വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷനുകൾ വാങ്ങുന്നവരാണ്. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അവിവാഹിത പെൻഷൻ സ്കീം വഴി 2000 രൂപ വീതം ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ സ്കീമിലും 60 വയസ്സ് കഴിയാത്തവർക്ക് നിലവിൽ ആനുകൂല്യം ലഭിക്കുന്നുണ്ടായിരിക്കാം. ആ പ്രായപരിധിയിൽ ഉൾപ്പെടുന്നവർ 2025 സെപ്റ്റംബർ മാസം 30-ാം തീയതി വരെ പെൻഷൻ ലഭിച്ചിട്ടുള്ളവരാണ് ഈ സമയത്ത് ഈ ഒരു ഡോക്യുമെന്റ് ഹാജരാക്കേണ്ടത്. നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ്, വിവാഹിതയല്ല അല്ലെങ്കിൽ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സാക്ഷ്യപത്രങ്ങൾ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസുകളിൽ നിന്നും കരസ്ഥമാക്കി ഇതോടൊപ്പം തന്നെ ആധാറിന്റെ ഒരു പകർപ്പ് കൂടി ചേർത്ത് വേണം നമ്മൾ ബന്ധപ്പെട്ട പഞ്ചായത്തിൽ ഇത് ഏൽപ്പിക്കാൻ. പെൻഷൻ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുകയോ തൊഴിലോഫീസിൽ ഇത് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കുകയോ ചെയ്യേണ്ടതാണ്. 2026 ജനുവരി മാസം 31-ാം തീയതി വരെയാണ് രേഖകൾ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി. ഈ സമയപരിധിക്കുള്ളിൽ ഡോക്യുമെന്റുകൾ ഹാജരാക്കാത്തവർ അല്ലെങ്കിൽ സമർപ്പിക്കാതെ പോകുന്ന ആളുകൾക്ക് പെൻഷൻ തുക തുടർന്നുള്ളത് ലഭിക്കാതെ ഇരിക്കാം. ജനുവരി മാസം മുതൽ കൃത്യമായി പെൻഷൻ തുക ലഭിച്ചാലും ഫെബ്രുവരി മുതലുള്ള പെൻഷൻ തുക മുടങ്ങുന്നതായിരിക്കും. നിലവിൽ പുനർവിവാഹം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ വിവാഹിതയല്ല എന്നുള്ള സാക്ഷ്യപത്രം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ CSC വഴിയോ അപേക്ഷകൾ വെക്കാവുന്നതാണ്. അപേക്ഷ അപ്രൂവ് ആയി കഴിയുമ്പോൾ മൊബൈൽ ഫോണിലേക്ക് മെസ്സേജ് വരുന്നതായിരിക്കും. ഈ സാക്ഷ്യപത്രവും ആധാറിന്റെ പകർപ്പ് കൂടി ചേർത്ത് വേണം പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കുവാൻ. 2026 മുതൽ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കമാണ് എത്തിച്ചേരാൻ പോകുന്നത്. ഏറ്റവും അർഹതപ്പെട്ട ആളുകളിലേക്ക് മാത്രം ആനുകൂല്യം എത്തിച്ചേരുന്നതിന്റെ ഭാഗമായാണ് സംസ്ഥാന സർക്കാർ മാനദണ്ഡങ്ങൾ കൂടുതൽ കർശനമാക്കുന്നത്. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.